നോർവേയോടേറ്റ പരാജയത്തിന് പിന്നാലെ ലോകകപ്പ് എന്ന മോഹം ബാക്കിയാക്കിയാണ് ബ്രസീലിന്റെ സുൽത്താൻ നെയ്മർ വിടവാങ്ങുന്നത്. കപ്പ് നേടാനായില്ലെങ്കിലും നെയ്മർ നൽകിയ മാസ്മരിക നിമിഷങ്ങൾ എന്നും ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. ഞാൻ പരമാവധി ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു എന്റെ തുടക്കം. ഇപ്പോൾ ഇതാ ഇവിടെ അത് അവസാനിച്ചിരിക്കുന്നു. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ആദ്യമായി പന്ത് തട്ടാൻ ഇറങ്ങുമ്പോൾ നെയ്മർ എന്ന കൗമാരക്കാരന്റെ കണ്ണുകളിൽ ലോകം കീഴടക്കാനുള്ള ആവേശമുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതേ സ്റ്റേഡിയത്തിന്റെ പുൽത്തകിടിയിൽ വെച്ച് ബ്രസീലിയൻ കുപ്പായത്തിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുന്നു. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ സാമ്പാ നൃത്ത ചുവടുകളുമായി ആ 10ാം നമ്പറുകാരൻ മൈതാനത്തേക്ക് വരുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ പ്രതീക്ഷിച്ചത് ഇത്തവണ അയാൾ കപ്പടിക്കുമെന്നാണ്. പെലെയ്ക്കും റൊണാൾഡോയ്ക്കും ശേഷം ബ്രസീലിന്റെ 6ാം കിരീടം എന്ന സ്വപ്നം അയാൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ്. എന്നാൽ ഫുട്ബോൾ ദൈവം നെയ്മർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വിധി കാത്തുവെച്ച പരിക്കുകളോടും നിർഭാഗ്യങ്ങളോടും പൊരുതി ഒടുവിൽ കണ്ണീരോടെ നെയ്മർ പടിയിറങ്ങുമ്പോൾ അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സങ്കടമേറിയ അധ്യായങ്ങളിലൊന്നായി മാറുന്നു. സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിൽ ബ്രസീലിനെ ഒറ്റയ്ക്ക് നയിക്കുകയായിരുന്നു നെയ്മർ. എന്നാൽ ക്വാർട്ടറിൽ കൊളംബിയൻ താരം തോളിലിടിച്ചു കയറിയപ്പോൾ ഒടിഞ്ഞത് നെയ്മറുടെ മാത്രം നട്ടെല്ലല്ല, ബ്രസീലിന്റെ മുഴുവൻ ലോകകപ്പ് പ്രതീക്ഷകളായിരുന്നു. ചരിത്രത്തിൽ ലോകകപ്പ് നേടാത്ത വലിയ കളിക്കാരുടെ നിരയുണ്ട്. യുഹാൻ ക്രൈഫ്, ഫ്രാങ്ക് പുഷ്കാസ്, യുസേബിയോ. ആ നിരയിലേക്ക് ഇനി നെയ്മറുടെ പേരും ചേർക്കപ്പെടും. ചില യാത്രകൾ അവസാനിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോഴല്ല, മറിച്ച് ആ യാത്ര നൽകിയ ഓർമ്മകളുടെ ഭംഗിയിലാണ്. കിരീടമില്ലാതെ അയാൾ മടങ്ങുമ്പോഴും കളിക്കളത്തിൽ നെയ്മർ ഒളിപ്പിച്ച മാന്ത്രികതയ്ക്ക് പകരമാവാൻ മറ്റൊന്നിനുമാവില്ല. Good work from the keeper. Here he goes again, Neymar. Oh, brilliant! Coutinho, Neymar. Neymar still! That's why he's so special. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.